മക്കളെ നമസ്കാരം. നമ്മൾ നെക്സ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് കൊറോളറി 6.2.4 ആണ്. അതായത് ഫസ്റ്റ് ഹിൽബർട്ട് സ്മിത്ത് തിയറം ഉപയോഗിച്ചാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് ഹിൽബർട്ട് സ്മിത്ത് തിയറത്തിൽ പറയുന്ന എച്ച് ഒരു ഹിൽബർട്ട് സ്പേസ് മാത്രമാണെന്ന് പറഞ്ഞിരുന്നത്. ടി എന്ന് പറയുന്നത് സെൽഫ് അഡ്ജോയിൻറ്റ് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ. ആ കേസിലാണ് നമുക്ക് ഇമ്മീഡിയറ്റ് ഓർത്തോനോമൽ ബേസിസ് അത് യൂണിറ്റ് ഐഗൺ വെക്റ്റേഴ്സ് ഫോം ചെയ്യുമെന്നും അതുപോലെ തന്നെ സെറ്റ് ഓഫ് ഐഗൺ വാല്യൂസ് ഒന്നല്ലെങ്കിൽ ഫൈനൈറ്റ് കേസ് ഡിക്രീസിങ് ആയിരിക്കും, അല്ലെങ്കിൽ ടെൻസ് ടു 0. ഈ കാര്യമാണ് അതിൽ പ്രൂവ് ചെയ്തത്. ഇവിടെ നമ്മൾ സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസ് ആണെങ്കിൽ എച്ച് ഒരു സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസും ടി ഒരു സെൽഫ് അഡ്ജോയിൻറ്റ് കോമ്പാക്റ്റ് ഓപ്പറേറ്ററാണ് എച്ചും ആണെങ്കിൽ ഈ ടിയിൽ നിന്ന് കിട്ടുന്ന ഓർത്തോനോമൽ ഐഗൺ വെക്റ്റേഴ്സ് ഒരു ഓർത്തോനോമൽ ബേസിസ് ഫോർ എച്ച് ഫോം ചെയ്യുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എച്ചിൻ്റെ ഓർത്തോനോമൽ ബേസിസിൽ ഐഗൺ വെക്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് പ്രൂവ് ചെയ്യണം. That means we can find out a countable collection of orthonormal sets nk, which they are the eigenvectors corresponding to T, and they form a orthonormal basis for H. ആ കളക്ഷൻ എച്ചിൻ്റെ ഓർത്തോനോമൽ ബേസിസ് ആണെന്ന് പറയണം. ഇനി സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസ് ആണെങ്കിൽ നമുക്ക് എന്താ അറിയാം, അതിന് ഓർത്തോനോമൽ ബേസിസ് ഉണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സെമസ്റ്ററിലാണ് പഠിച്ചത്. എവരി സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസ് ഹാസ് എ ഓർത്തോനോമൽ ബേസിസ്. അപ്പോൾ ഓർത്തോനോമൽ ബേസിസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഇനി ഫസ്റ്റ് ഹിൽബർട്ട് സ്മിത്ത് തിയറം പ്രകാരം നമുക്ക് ഇമേജ് ടി ക്ലോഷറിന് ഒരു ഓർത്തോനോമൽ ബേസിസ് ഉണ്ടാകും. കളക്ഷൻ ഇ എന്ന് പഠിച്ചു. അതിൻ്റെ എവരി മെമ്പർ ഓഫ് എച്ച് ക്യാൻ ബി റിട്ടേൺ ആസ് എക്സ് ഇസ് ഈക്വൽ ടു സമേഷൻ ഓവർ ഇന്നപ്രോഡക്റ്റ് എക്സ് വിത്ത് ഇ ഐ പ്ലസ് വൈ വേർ വൈ എലമെൻറ്റ് ഓഫ് കെർ ടി. അതിനർത്ഥം എക്സ് മൈനസ് വൈ എലമെൻറ്റ് ഓഫ് സ്പാൻ ഇ ഐ എന്നല്ല എഴുതേണ്ടത്, ശരിക്കും സ്പാൻ ഇ ഐയുടെ ക്ലോഷർ എന്ന് എഴുതുന്നത്. കാരണം ഇൻഫിനിറ്റ് സമേഷൻ കൂടി വരികയാണെങ്കിൽ ക്ലോഷറാണ്. അപ്പോൾ എക്സ് മൈനസ് വൈ എലമെൻറ്റ് ഓഫ് സ്പാൻ ഇ ക്ലോഷർ. പക്ഷേ സ്പാൻ ഇ ക്ലോഷർ ഈക്വൽ ടു ആരായിരിക്കും? ഇമേജ് ടി ക്ലോഷറാണ്. അതിനർത്ഥം എവരി മെമ്പർ ഓഫ് എച്ച് ക്യാൻ ബി റിട്ടേൺ ആസ് ഇമേജ് ടി ക്ലോഷറിലെ മെമ്പർ പ്ലസ് കേർണലിലെ മെമ്പർ. ദോർ എച്ച് ക്യാൻ ബി റിട്ടേൺ ആസ് ഇമേജ് ടി ക്ലോഷർ പ്ലസ് അതിനെ നമ്മൾ വെക്ടർ സം എന്നാണ് വിളിക്കുക. എച്ച് ഇസ് ഈക്വൽ ടു ഇമേജ് ടി ക്ലോഷർ പ്ലസ് കേർ ടി. അപ്പോൾ യൂണിക് എക്സ്പ്രഷൻ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ കേർ ടി 0 ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, കേർ ടി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു പ്രൂവ് ചെയ്യാൻ പോകും. അപ്പോൾ ഇമേജ് ടി ക്ലോഷറിന് ഓർത്തോനോമൽ ബേസിസ് ഉണ്ടെന്ന് എനിക്കറിയാം. കേർ ടി 0 ആണെങ്കിൽ അതിനകത്ത് ആരുമില്ല, അപ്പോൾ അതിനെ നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആകെ 0 മാത്രമേ ഉള്ളൂ. അത് ഇമേജ് ടി ക്ലോഷർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇമേജ് ടി ക്ലോഷറും എച്ചും കോയിൻസൈഡ് ചെയ്യും. ഇമേജ് ടി ക്ലോഷറിന് ഓർത്തോനോമൽ ബേസിസ് എന്താണോ ഐഗൺ വെക്റ്റേഴ്സ് വെച്ച് കിട്ടിയത് അത് തന്നെയായിരിക്കും എച്ചിൻ്റെ. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് കേർണൽ നോട്ട് ഈക്വൽ ടു 0. ഇഫ് കേർണൽ നോട്ട് ഈക്വൽ ടു 0 മീൻസ് അവർ ഓപ്പറേറ്റർ ടി ഈസ് നോട്ട് 1 അങ്ങനെയാണെങ്കിൽ കേർ ടി ഓൾറെഡി ക്ലോസ്ഡ് ആണെന്ന് നമുക്കറിയാം. ഇനി കേർ ടി സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസ് തന്നെയായിരിക്കും. എന്താ കാരണം? ക്ലോസ് സബ് സ്പേസ് ഓഫ് എ സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസ് അഗെയിൻ സെപ്പറബിൾ തന്നെയായിരിക്കും. ഹിൽബർട്ട് അതിനകത്ത് കിട്ടും. ദോർ അതിനും ഓർത്തോനോമൽ ബേസിസ് ഉണ്ടാവും. അതായത് കേർ ടിക്ക് ഒരു ഓർത്തോനോമൽ ബേസിസ് ഉണ്ടാവും. ആ കളക്ഷൻ എഫ് ഐ എന്ന് അല്ലെങ്കിൽ എഫ് ജെ എന്ന് പേര് കൊടുത്തു. ഇനി എച്ച് ഈക്വൽ ടു ഇമേജ് ടി ക്ലോഷർ പ്ലസ് കേർ ടി ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്ലെയിം ചെയ്യാൻ പോകുന്ന ഈ കളക്ഷൻ ഇ ഐ യൂണിയൻ എഫ് ജെ എന്ന് പറയുന്നത് ഓർത്തോനോമൽ ബേസ് ഫോർ എച്ച് ആണെന്ന് നമുക്ക് കിട്ടും. സ്വാഭാവികമാണ്. കാരണം ഇമേജ് ടി ക്ലോഷറിൻ്റെ ഓർത്തോനോമൽ ബേസാണ് ഇമേജ് ടി ക്ലോഷർ. കളക്ഷൻ എഫ് ജെ എന്ന് പറയുന്നത് ഓർത്തോനോമൽ ബേസിസ് ഫോർ കേർ ടി ആണ്. ഫോർ യൂണിയൻ ഷുഡ് ബി എൻ ഓർത്തോനോമൽ ബേസിസ് ഫോർ എച്ച്. പക്ഷെ ഇനി പ്രൂവ് ചെയ്യാനുള്ളത് എഫ് ജെ എന്ന് പറയുന്നത് ഐഗൺ വെക്റ്റേഴ്സ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എഫ് ജെ ഐഗൺ വെക്റ്റർ ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. എഫ് ജെ എലമെൻറ്റ് ഓഫ് കേർ ടി ആണ്. ദാറ്റ് മീൻസ് ടി ഓഫ് എഫ് ജെ ഈക്വൽ ടു 0. ബട്ട് 0 ക്യാൻ ബി റിട്ടേൺ ആസ് 0 ഇൻറ്റു എഫ് ജെ. ദാറ്റ് മീൻസ് 0 എന്ന ഐഗൺ വാല്യൂവിൻ്റെ കറസ്പോണ്ടിങ് ഐഗൺ വെക്റ്റേഴ്സാണ്. അത് കേർണലിലുള്ള മുഴുവൻ വെക്റ്റേഴ്സും 0യുടെ ഐഗൺ വെക്റ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ 0യുടെ ഐഗൺ, അപ്പോൾ എഫ് ജെസ് എന്താണ്? ഐഗൺ വെക്റ്റേഴ്സാണ്. എഫ് ജെസും ഓർത്തോനോമൽ ഐഗൺ വെക്റ്റേഴ്സാണ്. ഇ ഐസും ഓർത്തോനോമലാണ്. ദർ യൂണിയൻ ഈസ് ആൾസോ ഓർത്തോനോമൽ ഐഗൺ വെക്റ്റേഴ്സാണ്. അതിൻ്റെ കളക്ഷൻ ആ യൂണിയൻ ഓർത്തോനോമൽ ബേസിസ് ഫോർ എച്ച് ആയി മാറും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. അടുത്തൊരു റിമാർക്ക് നോക്കാം. According to first Hilbert Smith theorem, we have T of x is equal to sigma over I lambda I input x with EI into EI. Therefore, input T of x with x can be written as sigma over I lambda into input x with EI into with x. ഓക്കെ, പക്ഷേ ഇനി ഇവിടെ സെപ്പറേഷൻ ഡയറക്റ്റ് എടുക്കുകയല്ല ചെയ്യുന്നത്. ശരിക്കും ലിമിറ്റ് അപ്ലൈ ചെയ്ത വേഷം വേണം ചെയ്യാൻ. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, അതായത് ഇന്ന പ്രൊഡക്റ്റിനുള്ളിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ ഐ വേരിയസ് ഫ്രം 1 to n ലാംഡ ഇൻറ്റു ഇന്ന പ്രൊഡക്റ്റ് എക്സ് വിത്ത് ഇ ഐ വിത്ത് എക്സ് എന്ന് കൊടുക്കുന്നു. ഇനി ലിമിറ്റിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്ന പ്രൊഡക്റ്റ് നൊട്ടേഷനുള്ളിൽ സിഗ്മ ഐ വേരിയസ് ഫ്രം 1 to n ലാംഡ ഐ ഇന്ന പ്രൊഡക്റ്റ് എക്സ് വിത്ത് ഇ ഐ വിത്ത് എക്സ് എന്ന് കൊടുക്കും. ഇനി ആ എക്സും ഇ ഐസും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ലാംഡ ഐസിനെ പുറത്തു കൂടി എടുക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ ഐ വേരിയസ് ഫ്രം 1 to n ലാംഡ ഇൻറ്റു ഇന്ന പ്രൊഡക്റ്റ് എക്സ് വിത്ത് ഇ ഐ
ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഇ ഐ വിത്ത് എക്സ് എന്ന് കൊടുക്കുന്നു. പക്ഷേ ഇ ഐ വിത്ത് എക്സിനെ കോൺജുഗേറ്റിലേക്ക് മാറ്റാം. ഇതെല്ലാം ലിമിറ്റ് കൊടുത്താണ് ശരിക്കും ചെയ്യേണ്ടത്. അവസാനമാണ് വീണ്ടും ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സോ വി ഗോട്ട് വാട്ട് ഇന്നർ പ്രൊഡക്റ്റ് ടി ഓഫ് എക്സ് വിത്ത് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ ഓവർ ഐ ലാംഡ ഇൻറ്റു മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഇ ഐ സ്ക്വയർ. അതായത് ഐഗൺ വാല്യൂസും കറസ്പോണ്ടിങ് ഐഗൺ വെക്റ്റേഴ്സും ഉപയോഗിച്ചുകൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് ടി ഓഫ് എക്സ് വിത്ത് എക്സ് കണ്ടുപിടിക്കാം. ഏത് സ്പേസിൽ ഹിൽബർട്ട് സ്പേസിലുള്ള ഒരു സെൽഫ് അഡ്ജോയിൻറ്റ് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടി ഒരു സെൽഫ് അഡ്ജോയിൻറ്റ് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആണ് ഹിൽബർട്ട് സ്പേസ് ആണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് ടി ഓഫ് എക്സ് വിത്ത് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് സിഗ്മ ഐ വേരീസ് ഫ്രം 1 to infinity ലാംഡ ഇൻറ്റു മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് ഇ ഐ സ്ക്വയർ. പക്ഷേ ഇതിനെ ഞാൻ രണ്ട് തരം ഐഗൺ വാല്യൂ, പോസിറ്റീവ് ഐഗൺ വാല്യൂ, നെഗറ്റീവ്, കാരണം ഇവിടെ സിമെട്രിക് ഓപ്പറേറ്റ് ആയതുകൊണ്ട് റിയൽ ഐഗൺ വാല്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ചിലപ്പോൾ സീറോയും ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് രണ്ടായി സ്പ്ലിറ്റ് ചെയ്തു. പോസിറ്റീവ് ഐഗൺ വാല്യൂസിനെയും നെഗറ്റീവായിട്ട് രണ്ടായി സ്പ്ലിറ്റ് ചെയ്തു സമ്മേഷൻ. Therefore inner product ടി എഫ് എക്സ് വിത്ത് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് 2 terms, സം ഓഫ് 2 terms. ഒന്ന് പോസിറ്റീവ് ഐഗൺ വാല്യൂ ടേംസും നെഗറ്റീവ് ഐഗൺ വാല്യൂ ടേംസും. സിഗ്മ ഓവർ ലാംഡ ഐ പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഐഗൺ വാല്യൂസ് വെച്ചിട്ടുള്ള കേസും ലാംഡ ഐ മൈനസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഐഗൺ വാല്യൂസ് വെച്ചു. ഇനി കൊറോളറി 6.6 എന്ന് പറയുന്നത് ഈ കേസിൽ പോസിറ്റീവ് ഐഗൺ വാല്യൂ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, നെഗറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, എപ്പോഴാണ് ടി ഓഫ് എക്സ് വിത്ത് എക്സ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആവുക, അങ്ങനെ ചില കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യും. If H is an infinite dimensional Hilbert space, then the following are true for a self-adjoint compact, non-zero self-adjoint compact operator. ഇവിടെ സീറോ ആകുമ്പോൾ ഒരു സീറോ ഐഗൺ വാല്യൂ കൂടി വന്നേക്കാം. ഇവിടെ നമുക്ക് നോൺ സീറോ തന്നതുകൊണ്ട് പിന്നെ ലാംഡ ഐ പ്ലസും ഐ മൈനസും ഒരിക്കലും എന്താവില്ല, സീറോ ആവണില്ല. ഓക്കെ, ഇഫ് എ പോസിറ്റീവ് ഐഗൺ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഓവർ നോം എക്സ് ഇസ് ഈക്വൽ ടു 1 ഇന്നർ പ്രൊഡക്റ്റ് ടി എക്സ് വിത്ത് എക്സിൻ്റെ വാല്യൂ ലാംഡ 1+, അതായത് ആദ്യത്തെ പോസിറ്റീവ് ഐഗൺ വാല്യൂ. കാരണം പോസിറ്റീവ് ഐഗൺ വാല്യൂസ് ഡിക്രീസിങ് കേസായിട്ടാണ് വരിക, നെഗറ്റീവ് ഐഗൺ വാല്യൂസ് ഇൻക്രീസിങ് കേസായിട്ട് വരിക. കാരണം തൊട്ട് മുകളിൽ പ്രൂവ് ചെയ്ത് മോഡ് ലാംഡ 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, മോഡ് എടുക്കുമ്പോൾ പോസിറ്റീവ് കേസിൽ ഗ്രേറ്റർ ആർ ഈക്വൽ വരികയാണെങ്കിൽ അത് ഡിക്രീസിങ് ആണ്, നെഗറ്റീവ് കേസിൽ അത് എടുക്കുമ്പോൾ അത് ഇൻക്രീസിങ്ങും ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ കേസ് പറയുന്നത് മിനിമം ഓവർ നോം എക്സ് ഇസ് ഈക്വൽ ടു 1 ഇന്നർ പ്രൊഡക്റ്റ് ടി. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ടി എക്സ് വിത്ത് എക്സിൻ്റെ മിനിമവും മാക്സിമം ഓവർ നോം എക്സ് ഇസ് ഈക്വൽ ടു 1 കണ്ടുപിടിക്കാൻ പോസിറ്റീവ് ഐഗൺ വാല്യൂ നെഗറ്റീവ് ഐഗൺ വാല്യൂ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. പിന്നെ ടി ഓഫ് എക്സ് വിത്ത് എക്സ് ആൾവേസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആയിരിക്കും എപ്പോഴത് നോൺ നെഗറ്റീവ് ഐഗൺ വാല്യൂസ്, നെഗറ്റീവ് ഐഗൺ വാല്യൂ ഇല്ലാത്ത സമയത്താണ് അത് സംഭവിക്കുക. പിന്നെ അടുത്ത് പറയുന്നത് ഒരു പോസിറ്റീവ് ഐഗൺ വാല്യൂ ഉണ്ടെങ്കിൽ ഞാൻ ലാംഡ പ്ലസ് പറയുന്ന ലാംഡ 1+ എന്നും, അല്ലാത്ത കേസിൽ ലാംഡ പ്ലസ് ഈക്വൽ ടു 0 എടുക്കും. ഈ ലാംഡ പ്ലസ് എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത് മാക്സിമത്തിന് വേണ്ടിയുള്ള വാല്യൂ, ലാംഡ മൈനസ് എന്ന് പറയുന്നത് മിനിമത്തിന് വേണ്ടി ഉപയോഗിച്ച വാല്യൂ. പക്ഷേ മാക്സിമം മിനിമത്തിനെയും സുപ്രീമോ ഇൻഫിമം എന്നും വിളിക്കാം. അതാണ് കണ്ടീഷൻ 3യിൽ പറയുന്നത്. ഇഫ് എ പോസിറ്റീവ് ഐഗൺ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലാംഡ പ്ലസ് 1നെ ലാംഡ 1+ എന്ന് പറയാം. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ ആ ലാംഡ പ്ലസിനെ നമുക്ക് എന്തായിട്ട് കൊടുക്കാം, 0 ആയിട്ട് കൊടുക്കാം. ഇതേ കാര്യം തന്നെ നെഗറ്റീവ് ഐഗൺ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലാംഡ മൈനസിന് ലാംഡ 1- കൊടുക്കാം. അതുപോലെ തന്നെ ഇല്ലാത്ത കേസിൽ ഈക്വൽ ടു 0 കൊടുക്കാം. അതുകൊണ്ട് നമുക്ക് സുപ്രീമത്തിനെയും മാക്സിമത്തിനെയും ഇനി പ്ലസ് ലാംഡ 1+ഉം ലാംഡ 1- പകരം ലാംഡ പ്ലസ് എന്നും ലാംഡ മൈനസ് എന്നും കൊടുക്കുന്നു. സൂപ്പർ ഇൻഫോ എന്നുള്ള വാല്യൂവിനെ നമ്മൾ മാക്സ് ഇൻഫോ എന്നുള്ള വാല്യൂവിനെ, മാക്സ് മിനിമം എന്നുള്ള വാല്യൂവിനെ സൂപ്പർ ഇൻഫോ എന്ന് കൊടുക്കും. ഓക്കെ, കൂടാതെ ആൻഡ് ഹെൻസ് ലാംഡ മൈനസ് നോം എക്സ് സ്ക്വയർ ലെസ് ആർ ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ടി എക്സ് വിത്ത് എക്സ് ലെസ് ആർ ഈക്വൽ ടു ലാംഡ പ്ലസ് നോം എക്സ് സ്ക്വയർ. ഇപ്പോൾ ലാംഡ മൈനസ് എന്ന് പറയുന്നത് ആദ്യത്തെ നെഗറ്റീവ് ഐഗൺ വാല്യൂ, ലാംഡ പ്ലസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോസിറ്റീവ് ഐഗൺ വാല്യൂ ആണ്. അപ്പോൾ ഏറ്റവും വലിയ ഐഗൺ വാല്യൂ ലാംഡ പ്ലസ് ആണ്, ഏറ്റവും ചെറുത് ലാംഡ -1. ഓക്കെ, അപ്പോൾ അവിടെ താഴെ അസ്യൂം ദാറ്റ് എന്ന് പറയുന്നത് കൊടുത്തത് അത് അങ്ങനെ വരുള്ളൂ. കാരണം തൊട്ട് മുന്നിലെ തിയറം പ്രകാരം മോഡുലസ് ഡിക്രീസിങ് ആകുമ്പോഴുള്ള സംഭവമാണത്. അതിൽ പോസിറ്റീവ് നെഗറ്റീവ് രണ്ടായി സ്പ്ലിറ്റ് ചെയ്തതാണ്. സപ്പോസ് ദാറ്റ് പോസിറ്റീവ് ഐഗൺ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവും നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ, പോസിറ്റീവ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ 2 ടേം ഉണ്ട്. ഈ 2 ടേം രണ്ടാമത്തെ ടേം ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ രണ്ടാമത്തെ ടേം എന്തായാലും നെഗറ്റീവ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് റിമൂവിങ് ദ സെക്കൻഡ് ടേം എന്നല്ല എഴുതേണ്ടത്, അവിടെ റിമൂവ് ചെയ്യല ശരിക്കും ചെയ്യുന്നത്. ഇന്നർ പ്രൊഡക്റ്റ് ടി ഓഫ് എക്സ് വിത്ത് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ടേം പ്ലസ് നെഗറ്റീവ് ടേം ആണ്. ദോർഫോർ ടി ഓഫ് എക്സ് വിത്ത് എക്സ് ആൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പോസിറ്റീവ് ടേം. അത് പോസിറ്റീവ് ടേം പ്ലസ് നെഗറ്റീവ് ടേം ആണ്. അപ്പോൾ പോസിറ്റീവ് ടേം മാത്രമുള്ള കേസായിരിക്കും വലുത്. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ടി ഓഫ് എക്സ് വിത്ത് എക്സ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതേണ്ടത്. അത് ഈക്വാളിറ്റി അല്ല, അത് റിമൂവ് ചെയ്യുന്ന സെക്കൻഡ് ടേം എന്നുള്ളത് കട്ട് ചെയ്യുകയും വേണം. ഓക്കെ, ഇനി ലാംഡ പോസിറ്റീവ് ഐഗൺ വാല്യൂസൊക്കെ ഡിക്രീസിങ് കേസാണ്. അതിൽ ഏറ്റവും വലിയ പോസിറ്റീവ് ഐഗൺ വാല്യൂ ഫസ്റ്റ് 1 ആണ്, ലാംഡ 1+ ആണ്.
അപ്പോൾ ലാംഡ 1+ വരുന്ന ടേം ആയിരിക്കും എല്ലായ്പ്പോഴും വലുത്. അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും ലാംഡ 1+ കൊടുക്കുമ്പോൾ വീണ്ടും ഒരു ലെസ് ആർ ഈക്വൽ ടു വരും. ഇനി ലാംഡ 1+നെ ഔട്ട് സൈഡേക്ക് എടുക്കുക. അപ്പോൾ therefore ഇന്നപ്പോഴത്തെ ടി എക്സ് വിത്ത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ 1+ ഇൻറ്റു സിഗ്മ മോഡുലസ് ഓഫ് ഇന്നപ്പോഴത്തെ എക്സ് വിത്ത് ഇ ഐ പ്ലസ് എന്നുള്ളത് ഇ ഐയുടെ മുകളിൽ എഴുതേണ്ടത്, ഇന്നപ്പോഴത്തെ ഔട്ടറിലല്ല എഴുതേണ്ടത്, സ്ക്വയർ. ഓക്കെ, ഇനി നമുക്കറിയാം സമേഷൻ മോഡുലസ് ഓഫ് ഇന്നപ്പോഴത്തെ എക്സ് വിത്ത് ഇ ഐ പ്ലസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് സ്ക്വയർ എന്ന് ബസൽസ് ഇനീക്വാളിറ്റി പഠിച്ചിട്ടുണ്ട്. പക്ഷേ നോം എക്സ് സ്ക്വയർ വാല്യൂ 1 ആണ്. therefore ആ വാല്യൂ ഇവിടെ അവിടെ കൊടുക്കുമ്പോൾ ലാംഡ 1+ ഇൻറ്റു നോം എക്സ് സ്ക്വയർ അത് ലെസ് ഈക്വൽ ടു അവിടെ 1 വരും. therefore ഇന്നപ്പോഴത്തെ എക്സ് വിത്ത് എക്സ് ഈസ് ഇന്നപ്പോഴത്തെ ടി എക്സ് വിത്ത് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ 1+ എന്ന് കിട്ടുന്നു. ദാറ്റ് മീൻസ് ലാംഡ 1+ എന്ന് പറയുന്നത് ഇന്നപ്പോഴത്തെ ടി എക്സ് വിത്ത് എക്സ് എലമെൻറ്റ് ഓഫ് എച്ചിൻ്റെ വിത്ത് നോം എക്സ് ലെസ് ആർ ഈക്വൽ ടു 1ൻ്റെ എന്തായി മാറുന്നു? അപ്പർ ബോണ്ടായി മാറുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു അപ്പർ ബോണ്ട് മാക്സിമം ആവണമെങ്കിൽ അത് സെറ്റിലെ മെമ്പർ കൂടി ആവണം. അതായത് ടി ഓഫ് സംതിങ് വിത്ത് സംതിങ് ഇതിൽ ലാംഡ 1+ എക്സിസ്റ്റ് ചെയ്യണം. നമുക്ക് ലാംഡ 1+ൻ്റെ ഐഗൺ വെക്ടറാണ് E1+. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇന്നപ്പോഴത്തെ TE1+ വിത്ത് E1 ഈക്വൽ ടു ബൈ ദ ഡെഫിനേഷൻ ഓഫ് ദി ഐഗൺ വെക്ടർ ലാംഡ 1+ E1+ വിത്ത് E1 പ്ലസ് ലാംഡ 1+നെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം ഇന്നപ്പടൻ്റെ പ്രോപ്പർട്ടി പ്രകാരം. അപ്പോൾ ഇന്നപ്പട T1+ വിത്ത് EM+ അത് ഓർത്തോ നോർമൽ ആയതുകൊണ്ട് നോം 1 ആയിരിക്കും. ലാംഡ 1+ എന്ന് കിട്ടി. അതായത് ഒരു വാല്യൂവിൽ കിട്ടുകയും അത് അപ്പർ ബോണ്ടുമാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ദ മാക്സിമം. ഇനി ഇതുപോലെ നെഗറ്റീവ് കേസ് നമുക്ക് എടുക്കുന്നു. നെഗറ്റീവ് കേസിലാവുമ്പോൾ സമേഷൻ 2 ടേം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ടേം മാത്രം എടുക്കുന്ന കേസാകുമ്പോൾ ടി ഓഫ് എക്സ് വിത്ത് എക്സ് വലുതാണ്. കാരണം പോസിറ്റീവ് പ്ലസ് നെഗറ്റീവ് ആണ്. പോസിറ്റീവ് ഒഴിവാക്കി നെഗറ്റീവ് ആകുമ്പോൾ ചെറുതാവുക ചെയ്യുക. therefore ടി ഓഫ് എക്സ് വിത്ത് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സമേഷൻ ലാംഡ I മൈനസ് എന്ന് എഴുതേണ്ടത്. അവിടെ ഒരു എററാണ്. ലാംഡ I മൈനസ് മോഡുലസ് ഓഫ് ഇന്നപ്പോഴത്തെ എക്സ് വിത്ത് ഇ ഐ മൈനസ് സ്ക്വയർ എന്നാണ്. ഇനി ലാംഡ ഐസ് എന്ന് പറയുന്നത് I മൈനസ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് കേസാണ് നെഗറ്റീവ് കേസിൽ. അപ്പോൾ ഏറ്റവും ചെറുത് ലാംഡ I മൈനസ് ആണ്. അപ്പോൾ ഏറ്റവും ചെറുത് കൊടുക്കുമ്പോൾ വീണ്ടും ചെറുതാവും. ദാറ്റ് മീൻസ് ഇന്നപ്പോഴത്തെ ടി എക്സ് വിത്ത് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ലാംഡ 1+ ഇന്നപ്പോഴത്തെ മോഡുലസ് ഓഫ് ഇന്നപ്പോഴത്തെ എക്സ് വിത്ത് ഇ ഐ മൈനസ് സ്ക്വയർ എന്ന് കിട്ടുന്നു. ലാംഡ I മൈനസിനെ കോമൺ ആയതുകൊണ്ട് പുറത്തെടുക്കാം. ലാംഡ 1- പുറത്തെടുത്തു. അപ്പോൾ അതൊരു മൈനസ് കൊണ്ടാണ് സമേഷൻ വന്നിരിക്കുന്നത്. ബസൽസ് ഇനീക്വാളിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിലും മൈനസ് കൊടുക്കുമ്പോൾ ഗ്രേറ്റർ ആർ ഈക്വൽ ടു ആവും. ദാറ്റ് മീൻസ് ഇന്നപ്പോഴത്തെ ടി എക്സ് വിത്ത് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാംഡ 1- എന്ന് കിട്ടുന്നു. ലാംഡ 1- എന്ന് പറയുന്നത് ലോവർ ബോണ്ടാണ്. സെറ്റിലെ മെമ്പറാക്കാൻ നോക്കാൻ അതിലെ ഐഗൺ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ലാംഡ 1- ഇന്നപ്പോഴത്തെ TE1- വിത്ത് E1- എന്നും ഈക്വലായി മാറുന്നു. അപ്പോൾ ലോവർ ബോണ്ട് സെറ്റിലെ മെമ്പർ ആകുമ്പോൾ അതിനെ നമ്മൾ മിനിമം എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഇന്നപ്പോഴത്തെ ടി എഫ് വിത്ത് എക്സ് എപ്പോഴാണ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 നോക്കാം. ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 പറഞ്ഞാൽ സെക്കൻഡ് ടേമിൽ ആരും ഉണ്ടാവില്ല. സെക്കൻഡ് ടേം ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സെക്കൻഡ് ടേം 0 ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നെഗറ്റീവ് ഐഗൺ വാല്യൂസ് ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നോ നെഗറ്റീവ് ഐഗൺ വാല്യൂസ് ആകുമ്പോൾ ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0. ഇനി ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആണെങ്കിൽ 2 ടേംസിൻ്റെ സമ്മാണെന്ന് അറിയാം. അതിൽ ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആണ്. സെക്കൻഡ് ടേം ഓൾറെഡി 0 ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നോ നെഗറ്റീവ് ഐഗൺ വാല്യൂ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അല്ല, തിരിച്ചാണ് കേട്ടോ. ആദ്യത്തെ കേസിൽ നമ്മൾ പ്രൂവ് ചെയ്തത് നെഗറ്റീവ് ഐഗൺ വാല്യൂ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് ടേം ഇല്ല. അപ്പോൾ ഫസ്റ്റ് ടേം മാത്രമാണെങ്കിൽ ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി തിരിച്ച് നമ്മൾ പറയുന്നത് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആണ്. ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആണെങ്കിൽ നെഗറ്റീവ് ഐഗൺ വാല്യൂ ഇല്ല എന്ന് പറയണം. നെഗറ്റീവ് ഐഗൺ വാല്യൂ ഉണ്ടെങ്കിൽ സെക്കൻഡ് ടേം ഉണ്ടാവും. സെക്കൻഡ് ടേം ഉണ്ടാവുകയാണെങ്കിൽ ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 കിട്ടണം എന്ന് നിർബന്ധമായിരുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ പാർട്ട് പറയുന്നത് ഒരു പോസിറ്റീവ് ഐഗൺ വാല്യൂ ഉണ്ടെങ്കിൽ ഇഫ് ദർ ഈസ് എ പോസിറ്റീവ് ഐഗൺ വാല്യൂ, അത് നമ്മൾ ഫസ്റ്റ് വൺ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം വാല്യൂവിനെ ലാംഡ പ്ലസിന് എന്ന പേര് കൊടുക്കുകയാണ്. ലാംഡ 1+ എന്ന് പറയുന്നത് ലാംഡ പ്ലസ് എന്ന് കൊടുക്കാം. ഇനി അങ്ങനെ വാല്യൂ ഇല്ലെങ്കിൽ നമ്മൾ അതിന് 0 കൊടുക്കുക. അപ്പോൾ സുപ്രീമോ മാക്സിമം എന്താണെന്ന് അറിയാം, നമുക്ക് സെയിം ആണെന്നറിയാം. അങ്ങനെ ഒരെണ്ണം എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ലെസ് ആർ ഈക്വൽ ടു 0 ആയിരിക്കും. പക്ഷേ ലെസ് ആർ ഈക്വൽ ടു 0 ആണ്. വി ഹാവ് ലാംഡ ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. കാരണം നമുക്കറിയാം ഐഗൺ വാല്യൂസ് കൺവേർജ് ടു 0 ആണെന്നറിയാം. അപ്പോൾ TN വിത്ത് EN ടെൻസ് ടു 0 ആയിരിക്കും. അതായത് ലിമിറ്റിംഗ് കേസ് 0 ആവുന്നുണ്ട്. എല്ലായ്പ്പോഴും ലെസ് ആർ ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൻ്റെ സുപ്രീമം തന്നെ എന്തായിരിക്കും, നെഗറ്റീവ് കേസിൽ നിന്ന് ഏറ്റവും കൂടിയ വാല്യൂ ആണ് 0. അപ്പോൾ സുപ്രീമം വാല്യൂ 0 ആയിരിക്കും. ഇതേ കാര്യം തന്നെ നമുക്ക് നെഗറ്റീവ് ഐഗൺ വാല്യൂസിനും പ്രൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.